എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 7 മണി. എനിക്കും അമ്മുവിനും ഓഫീസിലേക്ക് പോകുന്ന തിരക്ക്. മിരായ ആണെങ്കിൽ ഇവിടെ കുക്കു പൂപ്പു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം. അമ്മ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനായിട്ട് വിചാരിക്കേ വേണ്ട. അതൊക്കെ പാവം അമ്മ എല്ലാം മാനേജ് ചെയ്തോളും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം, എൻ്റെ അമ്മ. ഇതാണ് ഗൈസ് രാവിലെ അമ്മുവിൻ്റെ അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പം ഈ സൂര്യ എന്താ ചെയ്യണേന്ന്. ഏയ് ഗൈസ് അങ്ങനെയല്ല. ഞാൻ തിന്ന മാത്രമല്ല, ഞാൻ എടുക്കാൻ നോക്കും. പക്ഷേ മിറായിക്ക് അമ്മൂനെ കണ്ട പിന്നെ അമ്മൂനെ മാത്രം മതി. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ? അമ്മൂൻ്റെ ജീവിതം ഞാൻ യൂട്യൂബിൽ പകർത്താം. ഒരു അമ്മയുടെ കഷ്ടപ്പാട് എല്ലാവരും അറിയണം. എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാവും. അത് വേറെ ഒന്നുമല്ല, അമ്മ രാവിലെ 7 മണി ആയി കഴിഞ്ഞാൽ മിക്സി എടുത്ത് അങ്ങോട്ട് അരയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് ഉള്ള എല്ലാ ജനലും തുറന്നിരിക്കുകയായിരിക്കും. അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ഈ നിൽക്കുന്ന ഈ ടൗൺ ഹൗസ്, ഈ കമ്മ്യൂണിറ്റി പോലത്തെ സ്ഥലം ആയതുകൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരൊക്കെ പയ്യെ എണിച്ച് അത് തുടങ്ങണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ അമ്മയുടെ ഈ ട്രാക്ടർ പോലത്തെ, ഇതാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സിയാണ്. ട്രാക്ടറിനെക്കാളും ശബ്ദം ഇവിടുത്തെ മിക്സിക്ക്. ഇതാണ് അമ്മുവിൻ്റെ എവറി ഡേ സ്ട്രഗിൾ. ഈശ്വര, നിങ്ങളിതൊക്കെ കാണുമ്പോൾ ശരിക്കും വിചാരിക്കണ്ടാവും അമ്മു മാത്രമേ ഈ വീട്ടിൽ കഷ്ടപ്പെടുന്നതെന്ന്. അതല്ലാത്ത സത്യാവസ്ഥ. ഞാൻ നേരത്തെ എൻ്റെ ടിഫിൻ പാക്ക് ചെയ്തു. ഞാൻ അമ്മുവിന് ഒരു ദിവസത്തേക്കുള്ള ലഞ്ച് വെറും ഒരു സാൻഡ്വിച്ച്. കമ്പയർ ടു ഇതാണ് എൻ്റെ ലഞ്ച്. ഇതാണ് ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഷർട്ട്, ഒരു പാൻറ്, സിമ്പിൾ, വേറെ ഒന്നുമില്ല, നോ എക്സ്ട്രാ ഫ്ലഫ്. പക്ഷെ ഞാനിനി അമ്മു ഇറങ്ങി വരുന്നത് കാണിച്ചു തരാം. ഇത് എന്തത്? നീ എവിടെയാ താമസിക്കണേ? സ്വിറ്റ്സർലാൻഡിലോ? ഇവിടെ നല്ല ചൂടാ ഗൈസ്. ഇവിടെ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ ജാക്കറ്റ് അങ്ങനെയൊന്നും ഇടാൻ തോന്നാറില്ല. അമ്മ ആ വാച്ച് ഒന്ന് എടുത്തു തരും. ഇതാ അമ്മുവിൻ്റെ ഓട്ടം. അമ്മുവിൻ്റെ ഓട്ടം, തീരാത്ത ഓട്ടം. ഇതാ ഗൈസ്. ഇതൊക്കെയാണ് ലൈവ് ഫ്രോം മേനോൺസ് ഹൗസ്. ബൈ മീരു, ബൈ. ഇപ്പൊ ഈ ഡ്രസ്സ് ചെയ്ത് വെക്കണല്ലേ, നീ ആൾക്കാർക്ക് കൗതുകം ഉണ്ടാവും നീ എന്താ ജോലി ചെയ്യണേന്ന് അറിയാൻ. അപ്പൊ നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ നിന്റെ ജോലി എന്താന്ന്. ആക്ച്വലി ഞാൻ കാണുന്ന പോലെ ഒന്നല്ല. അതെ, നീ നിന്റെ ജോലിനെ പറ്റി പറ. ഇവിടത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഡെന്റൽ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിൻ സപ്പോർട്ട് ഓഫീസറായിട്ടാണ് ജോബ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്നായിരുന്നു BDS ഡെന്റിസ്ട്രി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സോ ബുദ്ധിപൂർവ്വം ഞാനൊരു പ്ലാൻ B ക്രിയേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇവിടെ ചെയ്തു, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് ആ എക്സാം, മറ്റേ രജിസ്ട്രേഷൻ എക്സാം എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ജോലികൾ ചെയ്യാം. സോ ദാറ്റ് എനിക്ക് ഓൺലി ഒരു സാധനത്തിൽ ഫോക്കസ് ആയി അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ നാട്ടില് എഞ്ചിനീയറിംഗ് ചെയ്തു. ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ ഒരു 3 വർഷം ഞാൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത്. പിന്നെ ഞാൻ സെയിൽസിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ സെയിൽസിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കരിയർ ജേർണീനൊക്കെ പറ്റിയും ഓസ്ട്രേലിയയിൽ വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കരിയറിനെ ഷേപ്പ് ചെയ്തതെന്നും ഒക്കെ ഒരു വീഡിയോ എടുക്കാം. പക്ഷെ ഇന്ന് ആ വീഡിയോ അല്ല. സംഭവ ബഹുലമായ അല്ല, ഞാൻ ഇനി നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഗൈസ്, എനിക്ക് ഈ നീലൊരു ചെറിയ പ്രശ്നം കേട്ടോ. നിങ്ങൾ ആരും അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ ഷോ കാണിക്കുന്നതല്ല. സത്യമായിട്ട് ഞാൻ കുറെ ശ്രമിച്ചിട്ടും എനിക്കത് മാറ്റാൻ പറ്റണില്ല. അത് എൻ്റെ നീക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയുമല്ലോ അങ്ങനെ അമ്മുവും ജോലിക്ക് പോയെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇനി അടുത്തത് എന്ത് പറയണമെന്ന്. പക്ഷെ അതാ ഞാൻ ആ സംഭവ ബഹുലമായ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മോർണിംഗ്. മനസ്സിലായോ? ഇതാണ് ഒരു തിരക്കേറിയ ഓസ്ട്രേലിയൻ കപ്പിളുടെ ജീവിതം വിത്ത് ബേബി. പക്ഷെ എല്ലാരും പോലെ തന്നെ. പക്ഷെ
നമുക്കുള്ള ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കി തരാനും ലഞ്ച് ഉണ്ടാക്കി തരാനും വായിലേക്ക് ഫുഡ് വെച്ച് തരാൻ വരെ നമുക്ക് അമ്മയുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര സ്ട്രെസ് ഇല്ല. പക്ഷെ ഇതാണൊരു ഡേ ഇൻ ആർ ലൈഫ് അല്ലെ, മോർണിംഗ് ഇൻ ആർ ലൈഫ് അല്ലെ. ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഇതാ മിറായ കരച്ചിലോ കരച്ചിൽ. മിറായ എന്താ വേണ്ടേ? അമ്മു വന്നു കഴിയുമ്പോഴേക്കും മിറായിക്ക് പാല് വേണം. മിറായിനെ നമ്മൾ ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ കുപ്പിപ്പാലിലേക്കോ വേറെ എന്തൊട്ട് അതിന് ബാക്കി എന്താ ആക്കാര് കൊടുക്കുക, ഫോർമുലയിലേക്കൊന്നും മാറ്റിയിട്ടില്ല. അമ്മു വന്നു കഴിഞ്ഞാൽ അപ്പൊ അമ്മുവിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി കൊച്ചിന് പാല് കൊടുക്കാന്നാ. അത് ഞങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊരു നടപടിയാവണില്ല, അതാ പ്രശ്നം. പക്ഷെ ഞങ്ങൾ പറ്റും. നമ്മളിപ്പോ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ് പാലില്ല, പിന്നെ വേറെന്താ ഇല്ലാത്ത, പാലില്ല, ഉള്ളിയില്ല, പിന്നെന്താ തൈരില്ല. ഞാൻ പല വീഡിയോയിലും വൂളീസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വൂളീസ് എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ നിന്ന് ലിറ്ററലി 2 മിനിറ്റ് പോലും ഇല്ല നടക്കാൻ. 1 മിനിറ്റ് നടന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് 1 മിനിറ്റ് നടന്ന വൂളീസ് എത്തും. അപ്പം ഞാൻ നിങ്ങൾക്ക് വൂളീസ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് വൂളീസ്. ഇതിനെ വായിക്കുന്നത് വൂൾവേർത്ത് എന്നാണെങ്കിലും ഇവിടെ ഓസ്ട്രേലിയൻസിനൊരു ഹാബിറ്റ് ഉണ്ട്, എല്ലാത്തിനെയും മാക്സിമം കട്ട് ഷോർട്ട് ചെയ്ത് എളുപ്പത്തിൽ വിളിക്കാൻ വേണ്ടിയുള്ള ഒരു വഴി കണ്ടെത്താം. അപ്പം അങ്ങനെ അവർ വൂൾവേർട്സിനെ വൂളീസ് എന്നാക്കി. അതാണ് അപ്പോൾ നമ്മുടെ വൂളീസ്. ഇവിടുത്തെ സാധാരണ ഒരു ഷോപ്പിംഗ് സെൻറ്റർ നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ്. പിന്നെ നമുക്ക് ഇവിടെ ചെന്നിട്ട് വേണം പാലും തൈരും ഒക്കെ. ഇവിടെ ഈ ഇരിക്കുന്ന പഴവും ആപ്പിളൊക്കെ പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാം ഫ്രീ. ഈ ഇരിക്കുന്ന ബാസ്ക്കറ്റിൽ മാത്രം ഉണ്ടാവും. ഇങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പച്ചക്കറികൾ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നാട്ടിൽ ഈ പറഞ്ഞ പോലെ ലുലുവും ഹൈലൈറ്റിലെ ഈ ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാഴ്ചയാണല്ലോ നാട്ടിലാണെങ്കിലും. പണ്ടത്ര കോമൺ അല്ലായിരുന്നു. എന്തായാലും ഇവിടെ ഇങ്ങനെയാണ് വെജിറ്റബിൾ സെക്ഷൻ, അപ്പുറത്ത് ഫ്രൂട്ട് സെക്ഷൻ, ഇതാണ് ഇവരുടെ മീറ്റ് സെക്ഷൻ. പഴവും ആപ്പിളും പിള്ളേർക്ക്, നമുക്ക് അഡൽട്സിനൊന്നും പറ്റുന്നില്ല, പിള്ളേർക്ക്. ഇതാണ് ഇവരുടെ മീറ്റ് സെക്ഷൻ. കണ്ടോ, ബാർബിക്യൂ പാറ്റീസ്, സോസേജ് റോൾസ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും കൂടുതൽ വില നിങ്ങൾ വിശ്വസിക്കില്ല മീനിനാണ്. ചിലപ്പോൾ എനിക്കൊന്ന് നാട്ടിലും മീനിന് വിലയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അന്യായ വില മീനിന്, ഒരു രക്ഷയില്ലാത്ത വില. ഞാൻ നിങ്ങൾക്ക് മീനിൻ്റെ ഫ്രഷും അല്ല, ഞാൻ നിങ്ങൾക്കിപ്പോൾ മീനിൻ്റെ വില കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഒരു സ്ലൈസ് സാൽമണിന്റെ വില $12. കണ്ടോ, ഒറ്റ ഒരു പീസ് സാൽമണിന്റെ വിലയാണ് $11. എവിടെ? അതായത് 6,800 രൂപ 1 കിലോ സാൽമണിനോടെ. ഇനി എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ നാട്ടിൽ എന്താ വില എന്ന്. ഞാൻ നാട്ടിൽ നിന്ന് ഇതുവരെ സാൽമൺ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വൂളീസ് എന്നൊക്കെ വന്ന് അല്ലെങ്കിൽ കോൾസ് എന്നൊക്കെ വന്ന് മീൻ വാങ്ങിക്കുന്നത് ഭയങ്കര നഷ്ടപരിപാടിയാണ്. അപ്പോൾ നമ്മളാരും ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാറില്ല. നമ്മൾ സാധാരണ ഫ്രഷ് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഏഷ്യൻ ഫിഷ് മാർക്കറ്റ്, അവിടെയൊക്കെ പോയാണ് നമ്മൾ സാധാരണ മീൻ വാങ്ങിക്കാറ്. ഇതുണ്ടോ പ്രോൺസിൻ്റെ വില ഉണ്ടോ, $34. ഇത് എത്ര കിലോ? 1 കിലോ പ്രോൺസിന് $34. പക്ഷെ ക്ലീൻഡ്, ഡീവെയിൻഡ് അങ്ങനെയൊക്കെ ആട്ടോ ഇവിടെ. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏറ്റവും ലാഭമായിട്ട് തോന്നുന്ന കാര്യം ഇങ്ങനെ ഹോൾ റോസ്റ്റഡ് ചിക്കൻ, അതിന് $12 ഈ ഫുൾ ചിക്കന്. സാധാരണ എല്ലാവരും ഈ ഒരു ചിക്കൻ ഡിന്നറിന് ഒരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനം. ഒരു ഫുൾ ചിക്കൻ അങ്ങോട്ട് എടുത്തിട്ടു ഇപ്പോൾ എളുപ്പമായില്ലേ. ഞാനും അമ്മവും പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബീഫുണ്ട് അല്ലേ, ഞാൻ ആദ്യമായിട്ട് ബീഫാണ്. പക്ഷെ ഇത് കോൺ ബീഫിന് ഭയങ്കര ഉപ്പാണ്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഏറ്റവും യൂണീക്കായിട്ട് ട്രൈ ചെയ്ത സാധനമാണ് ഈ ബീഫ് ജേർക്കി, ഈ എയർ ഡ്രൈഡ് ബീഫ്. എനിക്കറിഞ്ഞ നാട്ടിൽ നമുക്കിത് ഇപ്പോൾ കിട്ടുന്നുണ്ടാവും. കഴിക്കാൻ നമ്മുടെ ഇടിയർച്ചി പോലെ ഇരിക്കും, ഇടിയർച്ചി പോലെ തന്നെയല്ല, ഇടിയർച്ചി പിന്നെ കുറച്ചുകൂടി കുക്ക്ഡാണ്. ഇത് എയർ ഡ്രൈഡ് ബീഫ്. ഇതിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല പല ഫ്ലേവേഴ്സിലുണ്ടാവും. ചില്ലി ബീഫ് ജേർക്കി ഉണ്ടാവും, പെപ്പർ ബീഫ് ജേർക്കി ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഈ വുഡ് സ്മോക്ക് ബീഫ് ജേർക്കി ഉണ്ട്. ഇതുണ്ടത് എയർ ഡ്രൈഡ് സ്റ്റിക്ക് ബൈറ്റ്സ് ഒക്കെ ഈ ബീഫ് ജേർക്കിയുടെ ഓരോരോ ടൈപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇറ്റ് ടേക്ക് സം ടൈം. ഈ നമ്മുടെ പാലറ്റിനോട് യൂസ് ടു ആകാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സാധനം ബീഫ് ജേർക്കി. ആർക്കെങ്കിലും നാട്ടിൽ ബീഫ് ജേർക്കിയുടെ ഒരു ബിസിനസ് തുടങ്ങിക്കോ, നല്ലൊരു ബിസിനസ് ആയിരിക്കും. ഇനി പയ്യെ നാട്ടിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ
കൺവീനിയൻസ്. ഇതുണ്ടോ കൺവീനിയൻസ് മിറായിക്കും ഭയങ്കര കൺവീനിയൻസ്. പക്ഷെ നമുക്ക് ഈ കൺവീനിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ദൂരേക്കൊന്നും പോയി ഷോപ്പിങ്ങും ചെയ്യാത്ത. പക്ഷെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നത് ഐഡിയൽ അല്ല, പോക്കറ്റിന് തീരെ ഐഡിയൽ അല്ല. പക്ഷെ ഞാൻ എന്തായാലും ഇനി ഒരു വീഡിയോ ചെയ്യാം, ഇവിടുത്തെ ഓരോരോ സാധനങ്ങളുടെ വിലയും നാട്ടിലത്തെ വെച്ചുള്ള ഒരു പ്രൈസ് കമ്പാരിസൺ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവല്ലോ ഇവിടെ ഏകദേശം ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് ഒരു വീക്കെൻഡിൽ എത്ര ചിലവ് വരും. എന്തായാലും ഇനി വീട്ടിലേക്ക് തിരിച്ചു നടക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണിച്ചത്. ഇത് പിന്നെ ഇവിടുത്തെ വേറൊരു നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണ്, എന്നാൽ അതേ സമയത്ത് ചീത്ത കാര്യമാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ബെഡൊക്കെ ഇട്ട് വെച്ചിട്ട് പോയിക്കുന്ന. സാധാരണ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ കൗൺസിലായിട്ട് ഒരു വേർച്ച് കളക്ഷൻ നോട്ടീസ് റേസ് ചെയ്യണം. അപ്പോൾ കൗൺസിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ദിവസവും സമയം അവർ അലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് അവർ ചോദിക്കും എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനുള്ളതെന്ന്. പക്ഷേ ചിലവർ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് പോകും വീട് മാറാറാകുമ്പോൾ. അപ്പോൾ അവർ വേറൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ അവരുടെ പഴയ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ വാങ്ങിച്ച സ്ഥിതിക്ക് അവർ ഈ പഴയ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അപ്പം നമുക്ക് അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പം നമുക്കിനി അമ്മ എന്താ ഉണ്ടാക്കി വച്ചേക്കണേന്ന് നമുക്ക് കാണാം. ഇതെന്താ അമ്മ, ഇതിനെന്തോ ഉണ്ടമ്പുരി അല്ലല്ലോ, ഇതിനെന്താ പറയാ, കോഴിക്കട്ട. പക്ഷെ അമ്മ ലിറ്ററലി കോഴിക്കട്ട ആക്കിയല്ലേ, കോഴിക്കട്ട ആക്കി. ഇതിന്റെ ഉള്ളിൽ എനിക്കറിയാം എന്താന്ന്. കാരണം ഇന്നലെ അമ്മ നമുക്കൊരു സർപ്രൈസ് തന്നായിരുന്നു. നമ്മൾ വൈകിട്ട് വന്നപ്പോഴേക്കും അമ്മ നമുക്ക് ഈ കോഴിക്കട്ട ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. അപ്പം നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു സാധാരണ കോഴിക്കട്ടയായിരിക്കും. എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, അത് എനിക്കും കൂടി ഉള്ളതായിരുന്നു. പക്ഷേ ഈ സൂര്യ 4 എണ്ണം സൂര്യൻ്റെതും എന്റേതും തിന്നത്. അത് വേറെ ഒന്നുമില്ല, ഇന്നലെ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. അപ്പൊ ഡോണ്ട് ഐ ഡിസേർവ്, അത് എന്റെ പ്ലേറ്റിൽ നിന്ന് മാറ്റണം, അത് കുഴപ്പമില്ല. പക്ഷേ ഈ വീട്ടിലെ ഐശ്വര്യം ഇതാ അജിത. അല്ല അമ്മ ഇങ്ങോട്ട് വാ. അമ്മ ഇവിടെ വന്നിരിക്കും. അടയുണ്ട്, ആ ഓക്കെ സോറി. ഇതാണ് അട, ഇതാണ് കോഴിക്കട്ട. അപ്പൊ അട അമ്മ ഫോയിൽ പേപ്പറിൽ ചെയ്തു, കാരണം ഇവിടെ നമുക്ക് വാഴയിലയില്ല. എന്താ സ്പെഷ്യൽ അടയുടെ പ്രത്യേകത എന്ന് പറയാം? ചിക്കൻ അട. അമ്മ എന്തിനാ ഇത് ഇങ്ങനെ റോബോട്ട് സംസാരിക്കുന്ന സംസാരിക്കണ? ഓക്കെ, അപ്പൊ ചിക്കൻ അടയും ചിക്കൻ. അപ്പൊ അമ്മ വ്യൂവേഴ്സിനോട് പറയാം എന്തൊക്കെ അമ്മ ഇതിൽ ആഡ് ചെയ്തു എന്ന്, എന്നാലും അവർക്ക് രാത്രി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വൈകിട്ട് ചിക്കൻ തോരൻ പോലെ എങ്ങനെയാ? ചിക്കൻ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തു, അതിലേക്ക് കടുകൊന്നും ഇട്ടില്ല, അതൊക്കെ വഴറ്റിയിട്ട് നല്ല വഴറ്റിയെടുത്തു. എന്നിട്ട് അട ഉണ്ടാക്കണം മാവില് തേങ്ങ ചിക്കൻ ആ മസാല ഇട്ടു, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഇഡ്ലി പാത്രത്തിൽ വേവിച്ചെടുത്തു അല്ലെ? നമുക്ക് ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ ഫോയിലില്. ഓക്കെ അമ്മു, നീ എന്റെ റിവ്യൂ പറ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പറ്റിയ സ്നാക്കാണോ? ബെസ്റ്റ് ഈവനിങ് സ്നാക്കാണോ? ആക്ച്വലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിന്നറും വേണ്ട അല്ലേ? നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ക്ഷമയില്ലാത്തോണ്ട് കഴിച്ചു. ഞാൻ നിങ്ങൾക്ക് ഇനി ഈ അട എങ്ങനെയുണ്ടെന്ന് തുറന്നു കാണിക്കാം. ഇതാണ്ടോ, ഇതാണ് അമ്മയുടെ അട. ഇതുണ്ടോ, ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ആയിരിക്കും കാണാൻ. അതങ്ങനെ ഇതാണ് ഐറ്റം. ഒരു രക്ഷയില്ല. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ദിവസം അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം. ഒരു ദിവസം അമ്മേനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിപ്പിച്ച ഒരു യൂട്യൂബ് ബ്ലോഗ് ആക്കാല്ലേ? അതെ, കാരണം ഇത് കോണ്ടന്റിന് ഒരു ക്ഷാമം ഉള്ളതുകൊണ്ട് നല്ലൊരു ഐഡിയ ആയിരിക്കും. പക്ഷെ ഇത് ശരിക്കും സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മളിത് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. യെസ്, അപ്പം അതാണ് ഗൈസ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഓർ ഡേ ഇൻ ആർ ലൈഫ്. എല്ലാ ദിവസവും രാവിലെ എണീച്ച് മൺഡേ ടു ഫ്രൈഡേ നമുക്കൊരു ഫിക്സ്ഡ് റുട്ടീൻ ഉണ്ട്. ഓസ്ട്രേലിയയിൽ നമ്മൾ രണ്ടുപേരും ആദ്യം വന്നപ്പോൾ എല്ലാ വീട്ടിലുള്ള ലൈറ്റ് ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും അണയ്ക്കും. അപ്പം നമ്മളൊക്കെ അന്ന് വിചാരിച്ചു ഇവരെന്ത് പ്രായ ആൾക്കാരാ, ഇവർക്ക് എന്ത് ബോർ ലൈഫാ. ഇപ്പൊ നമുക്ക് 8:30 ആവാൻ വെയിറ്റ് ചെയ്യണം ഒന്ന് ഉറങ്ങാൻ വേണ്ടി. അപ്പോ ഇനി നമ്മൾ രാത്രി വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നമ്മൾ മിറായുടെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യും, മിറായുടെ കൂടെ കുറച്ചു നേരം കളിക്കും. പിന്നെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഡിന്നർ അയച്ചിട്ട് പയ്യെ 8:30 ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങാൻ നോക്കും. കാരണം മിറായ ഉറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സിയ.